സ്വർഗത്തിലെ മാലാഖമാർ കളിപ്പിക്കുമ്പോഴാണ് ഒരു കുഞ്ഞു ഉറക്കത്തിൽ ചിരിക്കാറെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. ഒരു കുഞ്ഞ് ചിരിക്കുമ്പോൾ ആർക്കാ സന്തോഷം വരാത്തത്? എന്നാൽ നമ്മുടെ ഇടയിൽ ഒരുപാട് പേർക്ക് കുട്ടികളില്ലാതെ വിഷമിക്കുന്നുണ്ട്. എന്നാൽ ആധുനിക വൈദ്യശാസ്ത്ര രംഗത്താകട്ടെ ഇപ്പോൾ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കേരളത്തിലെ കണക്കുകൾ അനുസരിച്ച് അറൗണ്ട് 10 മുതൽ 10%, അതായത് 100-ൽ 10 അല്ലെങ്കിൽ 15, 10 മുതൽ 15 ആൾക്കാർക്ക് വരെ വന്ധ്യത കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഈ ആഴ്ചത്തെ സ്റ്റെതസ്കോപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വന്ധ്യതയെക്കുറിച്ചും പുതിയ ചികിത്സാ രീതികളെക്കുറിച്ചുമാണ്. ഏവർക്കും സ്വാഗതം. ഡോക്ടർ, ഞങ്ങൾ 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷേ ഇതുവരെ പ്രഗ്നൻ്റ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നതായിരുന്നു. 3 വർഷവും നിങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു താമസിക്കുന്നത്? അതെ, ഒരുമിച്ചായിരുന്നു താമസം. ആൾ ജോലി ചെയ്യുന്നത് നാട്ടിൽ തന്നെയാണ്? നാട്ടിൽ തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് പറയത്തക്ക ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? എനിക്കില്ല, പറയത്തക്ക ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം 3 വർഷം കല്യാണം കഴിച്ച് 3 വർഷത്തിൽ 3 വർഷം നിങ്ങൾ പ്രഗ്നൻസി ആവണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു? തുടക്കത്തിലൊന്നും നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് ഒന്നുമില്ല? ഇല്ല, വേണ്ടാന്ന് വെച്ചിട്ടൊന്നുമില്ല, പക്ഷേ പ്രഗ്നൻ്റ് ആയിട്ടില്ല. ഓക്കെ, ആണെങ്കിൽ ഇനി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം നിങ്ങളോട്. ഒന്ന്, നിങ്ങളുടെ മെൻസ്ട്രേഷൻ, അതായത് മാസക്കുളി എങ്ങനെയാണ്? കൃത്യമാണോ? റെഗുലറാണ്. ഇപ്പോഴത്തെ ലാസ്റ്റ് എപ്പോഴാണ് വന്നത്? ഡേറ്റ് 10-ാം തീയതി ആയിരുന്നു. 10-ാം തീയതി. അതെ. എല്ലാ മാസം കൃത്യം എന്ന് പറയുമ്പോൾ അത് ഒരു മാസത്തിൻ്റെ അപ്പുറത്തേക്ക് നീളുകയോ അല്ലെങ്കിൽ ഒരുപാട് നീളുക, നേരത്തെ ആവുക, അങ്ങനെയൊന്നുമില്ല? റെഗുലറാണ്. ഒരു 3-4 ഡേയ്സിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ഒരാഴ്ചയുടെ കൂടുതൽ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരാറില്ല. മെൻസ് സമയത്ത് വേദന ഉണ്ടാവാറുണ്ട്? ആദ്യത്തെ ദിവസം നല്ല വേദന ഉണ്ടാവും. അതിനുവേണ്ടി എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരികയും ഭയങ്കര ശക്തിയായിട്ടുള്ള വേദന അങ്ങനെയൊന്നും കൂടുതലായിട്ടൊന്നും ഉണ്ടാവാറില്ല? വേദന ഉണ്ടാവും. അപ്പം ചെറിയ വേദന ഉണ്ടാവാറുണ്ട്. വേറെ നിങ്ങൾ നമ്മുടെ റിലേഷനിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളുണ്ടോ? പറയത്തക്ക ബുദ്ധിമുട്ടുകളുണ്ടോ? ഇല്ല, ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നിങ്ങളൊരു ഫാമിലിയിൽ നിന്നാണോ കല്യാണം കഴിച്ചിട്ടുള്ളത്, അതോ പുറത്തുനിന്ന് ആലോചന വന്നിട്ടുള്ള കല്യാണമാണോ? പുറത്തുനിന്ന് ആലോചന വന്നിട്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷവും കുട്ടികളില്ലാത്ത ഒരു ദമ്പതിമാരുടെ കേസാണ് നമ്മളിപ്പോൾ കേട്ടത്. വന്ധ്യതയെക്കുറിച്ചും പുതിയ ചികിത്സാ രീതികളെക്കുറിച്ചും നമ്മളോട് പറയാനായി ഇപ്പോൾ വന്നിട്ടുള്ളത് ഡോക്ടർ രാജഗോപാൽ പി മേനോൻ, ഇൻഫെർട്ടിലിറ്റി ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജനാണ്. വെൽക്കം ടു ദ പ്രോഗ്രാം സർ. താങ്ക് യു സർ. ഈ പറഞ്ഞ കപ്പിൾസിന് എന്താണ് ആക്ച്വലി പ്രോബ്ലം? ഇപ്പോൾ നമ്മൾ ഇവരുടെ ഡീറ്റെയിൽസ് ചോദിച്ചതെന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഒന്നവർ വിവാഹം കഴിച്ചിട്ട് 3 വർഷം അവർ ഒരുമിച്ച് താമസിച്ചു. അവർ തുടക്കം മുതലേ പ്രഗ്നൻസി ആവണമെന്ന് ഉള്ള ചിന്തയോടുകൂടി തന്നെയാണ് ഒരുമിച്ച് താമസിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിനു വേണ്ടി അവർ ശ്രമിച്ചിട്ടുമുണ്ട്. ആ ഒരു പോയിന്റ് മനസ്സിലായി. 3 വർഷം ഡ്യൂറേഷൻ. പിന്നെ വൈഫിൻ്റെ പീരിയഡ്സ് എന്ന് പറയുന്നത് കൃത്യമാണെന്ന് മനസ്സിലായി. ഇൻഫെർട്ടിലിറ്റിയുടെ ഇവാലുവേഷൻ എന്നുള്ളത് നമ്മൾ കേൾക്കണ സമയത്ത് ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത് ഒരാൾക്ക് ചികിത്സ എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഇവർ 3 വർഷം കല്യാണം കഴിച്ചു എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ആവശ്യമുണ്ട്. കല്യാണം കഴിഞ്ഞ് എത്ര കാലത്തിന് ശേഷമാണ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻ്റ് ആയിട്ട് വരേണ്ടിയിട്ടുള്ളത്? ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡെഫിനിഷൻ അനുസരിച്ച് പറയുകയാണെങ്കിൽ 1 വർഷം വരെ അവർ കല്യാണത്തിന് ശേഷം കൃത്യമായി ഒരു കോൺട്രസെപ്ഷനും ഇല്ലാതെ പ്രഗ്നൻസിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, പ്രഗ്നൻസി ആയിട്ടില്ലെങ്കിൽ അവർ അതിന് വേണ്ടിയിട്ടുള്ള ഇവാലുവേഷൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡെഫിനിഷൻ. ഓക്കെ, 1 വർഷത്തിന് ശേഷം. കാരണം 1 വർഷം ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10-ൽ 8 പേരും പ്രഗ്നൻ്റ് ആവും. അത് 2 വർഷം ശ്രമിച്ചു കഴിഞ്ഞാൽ 10-ൽ 9 പേരെ പ്രഗ്നൻസി ആവുള്ളൂ. അപ്പോൾ 1 വർഷം കൊണ്ടാണ് മാക്സിമം മിക്ക ആൾക്കാരും പ്രഗ്നൻസി ആവുന്നത്. അതിലാവാത്ത ആൾക്കാർ പകുതി പേര് അടുത്ത വർഷം ആവുമെങ്കിലും അത് മൊത്തത്തിൽ നോക്കുമ്പോൾ 8 എന്നുള്ളത് 9 ആവുന്നുള്ളൂ. അപ്പോൾ 1 വർഷം വരെ അവർ ശ്രമിച്ചിട്ട് പ്രഗ്നൻസി ആവുന്നില്ലെങ്കിൽ ഇവാലുവേഷനും ട്രീറ്റ്മെൻറ്റും എടുക്കണം എന്നാണ് ഇപ്പോഴത്തെ എല്ലാ ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻസും പറയുന്നത്. സർ, എന്തൊക്കെയാണ് സാധാരണ ഇൻഫെർട്ടിലിറ്റിയുടെ കോസസ്? ഇൻഫെർട്ടിലിറ്റി കോസ് നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള കോസ് എന്ന് പറയുന്നത് ഓവുലേഷൻ ഡിഫക്റ്റ് ആണ്. ഓവുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ഡാശയത്തിൻ്റെ പ്രവർത്തനം, ഓവറിയുടെ ഫംഗ്ഷൻ്റെ പ്രോബ്ലമാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. പിന്നെ കാണുന്ന ഒരു കോമൺ കോസ് എന്ന് പറയുന്നത് ട്യൂബൽ ഫാക്ടറാണ്.
ഇപ്പോൾ നമ്മൾ സ്ത്രീകളുടെ അവയവങ്ങൾ നോക്കുകയാണെങ്കിൽ ഗർഭപാത്രമുണ്ട്, ഗർഭപാത്രത്തിൽ നിന്ന് 2 ഫെലോപ്പിയൻ ട്യൂബ് ഉണ്ട്, ഫെലോപ്പിയൻ ട്യൂബിൻ്റെ പുറത്താണ് 2 ഓവറി. അപ്പോൾ ഈ ഗർഭപാത്രം നോർമലായിരിക്കണം, ഫെലോപ്പിയൻ ട്യൂബ് രണ്ടും തുറന്നിരിക്കണം, അതേമാതിരി ബ്ലോക്ക് ഉണ്ടാവാൻ പാടില്ല, 2 ഓവറിയിൽ നിന്നും പ്രവർത്തനം നോർമലായിരിക്കണം. ഈ 3 സ്ത്രീകളുടെ ഫാക്ടേഴ്സാണ്. പിന്നെ 4ാമത്തെ ഫാക്ടറും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് മെയിൽ ഇൻഫെർട്ടിലിറ്റിയാണ്, ഹസ്ബൻഡിൻ്റെ സെമൻ അനാലിസിസ്. നമ്മൾ ഇപ്പോഴത്തെ കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഫാക്ടർ മാത്രം വന്ധ്യത കോസ് ചെയ്യുന്നത് 25%-ഓളം കപ്പിൾസിലാണ്. അതേസമയം ഒരു 10 പേരെ എടുക്കുകയാണെങ്കിൽ അത് 4 പേർക്ക് ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഫാക്ടർ പ്രശ്നമുണ്ട്. അതായത് ഹസ്ബൻഡിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 40%-ഓളം കപ്പിൾസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻഫെർട്ടിലിറ്റി ആയിട്ടുള്ള കപ്പിൾസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 4 ഫാക്ടർ നമ്മൾ പല പരിശോധനകളുണ്ട്, പല രക്തപരിശോധനകളും പല വിധത്തിലുള്ള പരിശോധനകളുണ്ട്. ഇതുവഴി ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നുള്ള കോസ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ വന്ധ്യതയുടെ ചികിത്സയിലേക്ക് നീങ്ങുന്നത്. സർ, എങ്ങനെയാണ് അതിലൊരു ഇൻവെസ്റ്റിഗേഷൻ പ്രോട്ടോകോൾ? ഇപ്പോൾ പറഞ്ഞ കപ്പിൾസിന് എങ്ങനെയായിരിക്കും അവരൊരു ഇപ്പോൾ നമ്മൾ ഇവരുടെ അടുത്ത് കണ്ടപ്പോൾ ഞാൻ ആദ്യം ഇവരുടെ വൈഫിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചത് മെൻസ്ട്രൽ ഹിസ്റ്ററിയാണ്. അവരുടെ പീരിയഡ്സ് കൃത്യമായിട്ട് വരുന്നുണ്ടോ ഒന്ന്, അതായത് 7 ദിവസത്തിൽ കൂടുതൽ മുന്നോട്ടോ പുറകോട്ടോ വരാൻ പാടില്ല പീരിയഡ്സ്. 21 ദിവസം മുതൽ 35 ദിവസം വരെയാണ് ഒരാളുടെ പീരിയഡ്സിൻ്റെ നോർമൽ എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത്. ആർക്കും കൃത്യം മാസത്തിൽ ഒരേ ഡേറ്റിൽ എപ്പോഴും വരില്ല, അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ വേരി ചെയ്യും. പക്ഷേ അത് 7 ദിവസത്തിൽ കൂടുതൽ വേരി ചെയ്യാൻ പാടില്ല, അതൊന്നും. പിന്നെ ഞാൻ ചോദിച്ചത് അവരുടെ അടുത്ത് ബ്ലീഡിങ് സമയത്ത് വേദന ഉണ്ടോ എന്നുള്ളതാണ്. ഒരുപാട് പേർക്കുള്ള മിഥ്യാധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ വേദന വന്നാൽ പ്രോബ്ലം ഉണ്ടെന്നാണ്. പക്ഷേ ഒരു ദിവസം വേദന വരുന്നത് നോർമലാണ്. ഒരു ദിവസം വേദന വരുന്നത് ഓവുലേഷൻ, അതായത് ഓവറിയുടെ ഫംഗ്ഷൻ നോർമലായിട്ട് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ആ ഒരു ദിവസം പെയിൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ പെയിൻ ഇല്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് അണ്ഡാശയത്തിൻ്റെ പ്രവർത്തനം നോർമൽ ആവാൻ സാധ്യത കുറവാണ്. പെയിൻ ഇല്ലാതിരിക്കും. പെയിൻ കൂടുതലും ഉണ്ടാവാൻ പാടില്ല, ഒരു ദിവസത്തിൽ കൂടുതൽ വേദന ഉണ്ടാവാൻ പാടില്ല. ഒരു ദിവസത്തിൽ കൂടുതൽ വേദന അല്ലെങ്കിൽ മെൻസസ് ആവണതിന് മുന്നേ ഒരാഴ്ച മുന്നേ തന്നെ വേദന തുടങ്ങി കൂടി ഒരുപാട് മരുന്നും കാര്യങ്ങളും വേണ്ടി വരുന്ന തരത്തിലുള്ള വേദനയാണെങ്കിൽ അത് വേറെ പല അസുഖങ്ങളും കാരണം, എൻഡോമെട്രിയോസിസ് എന്നൊക്കെ പറയുന്ന പലതരം രോഗങ്ങൾ കാരണമാവാം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് പല അസുഖങ്ങളും അവരുടെ റൂൾഡ് ഔട്ടായി. ഒന്ന് ഓവേറിയൻ ഫംഗ്ഷൻ നോർമലാണെന്നുള്ളതാണ് നമുക്ക് ഇന്ന് മനസ്സിലായത്. സാർ, ഇപ്പോൾ അണ്ഡാശയത്തിൻ്റെ ഫാക്ടേഴ്സ്, യൂട്രൈൻ ഫാക്ടേഴ്സ്, ട്യൂബൽ ഫാക്ടേഴ്സ്, അതുപോലെ മെയിൽ ഇൻഫെർട്ടിലിറ്റി ഫാക്ടേഴ്സ് പറയണ്ടായിരുന്നു. ഇതിൽ ഏതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഇൻഫെർട്ടിലിറ്റിയുടെ ഫാക്ടർ? ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഇൻഫെർട്ടിലിറ്റി ഫാക്ടർ അണ്ഡാശയത്തിൻ്റെ ഫാക്ടർ തന്നെയാണ്. ഓവുലേഷൻ ഡിഫക്ട്സ് ആണ് കാണുന്നത്. അത് പല അസുഖങ്ങൾ കൊണ്ട് പല രീതിയിലും ഓവുലേഷൻ ഡിഫക്ട്സ് കാണാറുണ്ട്. ഒരു പ്രധാന കാരണം ഓവുലേഷൻ ഡിഫക്റ്റിൻ്റെ നമ്മൾ കാണുന്നത് പോളിസിസ്റ്റിക് ഓവറീസ് എന്ന് പറയുന്ന ഒരു തരം വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഹോർമോണൽ പ്രോബ്ലം തന്നെയാണ്. അത് എന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ യങ് ഏജസ് മുതൽ തന്നെ ഇപ്പോൾ കാണുന്നുണ്ട്. ഒരു 16, 17, 18 വയസ്സായ കുട്ടികൾക്ക് വരെ പീരിയഡ്സ് കൃത്യമല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്ന് കാണിക്കാറുണ്ട്. ഏജ് കൂടുന്തോറും ഓവുലേഷൻ കുറഞ്ഞു വരും. അങ്ങനെ അണ്ഡാശയത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു പ്രധാന ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിൽ ഇത്ര നമ്പർ ഓഫ് ഫോളിക്കിൾസേ ഉള്ളൂ. അതായത് അണ്ഡാശയത്തിൻ്റെ പ്രവർത്തനം ഫിക്സ്ഡ് ആണ്, അത് മനുഷ്യന് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല. അപ്പോൾ അത് ഏജ് കൂടുന്തോറും അതിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞു തന്നെ വരും. അപ്പോൾ മാരേജ് ലേറ്റ് ആവും തോറും ഓവുലേഷൻ ഡിഫക്ട്സ് കൂടി വരും. വേറെ എന്തൊക്കെയാണ് സാർ ഓവേറിയൻ ഫാക്ടേഴ്സ്? ഓവേറിയൻ ഫാക്ടേഴ്സ് ഓവുലേഷൻ ഡിഫക്ട്സ് തന്നെയാണ് ഏറ്റവും കൂടുതൽ. അതിൽ വേറൊരു പ്രധാന അസുഖം ഓവറിനെ അഫക്റ്റ് ചെയ്യുന്നത് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഒരു രോഗമാണ്. എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ രോഗത്തിൽ ഓവുലേഷൻ ഡിഫക്റ്റ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിന് ഓവറിയുടെ ഫംഗ്ഷൻ കുറവായിരിക്കും. പക്ഷേ പ്രധാനമായിട്ട് വേറൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസവും പീരിയഡ്സ് ഉണ്ടാവുമ്പോൾ ഈ ബ്ലഡ് ആൾക്കാർക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ എളുപ്പത്തിൽ പറയുകയാണ്, ശരിക്കുള്ള മെക്കാനിസം കുറെ കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ മെൻസ്ട്രൽ ബ്ലീഡിങ് പുറമേക്ക് പോകുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബ്ലഡ് ശരീരത്തിന് ഉള്ളിലേക്കും വീഴുന്നുണ്ട് പീരിയഡ്സ് സമയത്ത്. അപ്പോൾ ഓരോ പീരിയഡ്സ് സമയത്തും ഈ ബ്ലഡ് ഉള്ളിലേക്ക് വീഴുമ്പോൾ സാധാരണ ആൾക്കാർക്ക് അതുകൊണ്ട് റിയാക്ഷൻ ഉണ്ടാവില്ല, കാരണം അത് അവരുടെ സ്വന്തം ബ്ലഡ് തന്നെയാണ്. പക്ഷേ ചില ആൾക്കാർക്ക് അവരുടെ സ്വന്തം ബ്ലഡിനോടും റിയാക്ഷന്മാരി വരും. അപ്പോൾ ഓരോ മാസവും ഈ ബ്ലഡ് ഉള്ളിലേക്ക് വീഴുമ്പോൾ അത് നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ആസിഡ് നമ്മുടെ ശരീരത്തേക്ക് വീണ് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക?
ചെറിയ പൊള്ളലുകൾ ഉണ്ടാവും, ഒട്ടിപ്പിടിക്കലുകൾ ഉണ്ടാവും, ഷേപ്പ് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഈ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ അവരുടെ ശരീരത്തിനകത്ത് വയറിനകത്തും സംഭവിക്കും ഈ എൻഡോമെട്രിയോസിസ് ഉള്ള രോഗികൾ ആൾക്കാർക്ക്. അപ്പോൾ അവർക്ക് ഓരോ മാസം ഇത് അവർക്ക് തുടങ്ങുന്നത് ഒരു 16, 17, 18 വയസ്സ് മുതലായിരിക്കും. പക്ഷേ ഇത്തിരീശ പൊള്ളലേറ്റ് അവർ 25, 26 വയസ്സാകുമ്പോഴേക്കും ഉള്ളിലുള്ള അവയവങ്ങളുടെ ഷേപ്പുകളും ട്യൂബിൻ്റെ ഷേപ്പുകൾ, അതേമാതിരി ഓവറി അവിടെ ഒട്ടിപ്പിടിച്ച് കിടക്കുക, ഗർഭപാത്രം ഒട്ടിപ്പിടിച്ച് കിടക്കുക, ഇങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. വേദന ഭയങ്കര കൂടുതലായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർക്ക്. പീരിയഡ്സിൻ്റെ ഒരാഴ്ച മുന്നേ മെൻസ്ട്രേഷൻ്റെ ഒരാഴ്ച മുന്നേ തന്നെ ഭയങ്കര ശക്തിയായിട്ടുള്ള വേദന വരും. പിന്നീട് ഇവർക്ക് ചിലപ്പോൾ ഈ ബ്ലഡ് കെട്ടിക്കിടന്നിട്ട് സിസ്റ്റുകൾ ഫോം ചെയ്യാം. ഈ രോഗം ഓവുലേഷനെ മാത്രമല്ല അഫക്റ്റ് ചെയ്യുക, അകത്തുള്ള യൂട്രസിൻ്റെ ഷേപ്പിനെയും ട്യൂബിൻ്റെ ഷേപ്പിനെയും ഒക്കെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന വേറൊരു രോഗമാണ്. പിന്നെ സാർ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ പ്രോബ്ലം കാരണം ഉണ്ടാവുന്നത് അതിൻ്റെ എന്തൊക്കെയാണ് പ്രോബ്ലംസ് സാധാരണ വരാറുള്ളത്? ട്യൂബ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു റോഡ് മാതിരിയാണ്. കാരണം യൂട്രസിനകത്താണ് പ്രഗ്നൻസി കുട്ടി നിൽക്കേണ്ടത്. യൂട്രസിൻ്റെ പുറത്താണ് 2 അണ്ഡാശയം ഉള്ളത്. അപ്പോൾ അണ്ഡാശയത്തിൽ നിന്നുള്ള ഫോളിക്കിൾ യാത്ര ചെയ്യേണ്ടത് ഈ ട്യൂബ് വഴി യാത്ര ചെയ്തിട്ടാണ് യൂട്രസിനകത്തേക്ക് എത്തേണ്ടത്. ഇത് ഞാനൊരു പിക്ചറിൽ വിശദീകരിച്ച് തരാം. ഈ പടത്തിൽ കാണുന്നതിൽ ഇതാണ് യൂട്രസ്, ഇത് 2 ഫെലോപ്പിയൻ ട്യൂബാണ്. പുറമെ ഈ ഭാഗത്തായിട്ടാണ് 2 ഓവറി അണ്ഡാശയം ഉണ്ടാവുക. ഗർഭപാത്രത്തിനുള്ളിലാണ് പ്രഗ്നൻസി നിൽക്കേണ്ട സ്ഥലം. ഈ അണ്ഡാശയം പുറമേയുള്ള അണ്ഡാശയത്തിൽ നിന്നുള്ള ഫോളിക്കിൾ എന്ന് പറയുന്നത് ഈ ട്യൂബിൽ കൂടെ യാത്ര ചെയ്തിട്ട് വേണം ഇതിനകത്ത് എത്താൻ വേണ്ടിയിട്ട്. അതേമാതിരി ഹസ്ബൻഡിൻ്റെ ബീജം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് കൂടെയാണ് വരുന്നത്. ഇത് വജൈനയാണ്, ഇവിടെയാണ് യൂട്രസ്. അപ്പോൾ ഈ രണ്ടും 2 ഭാഗത്താണ്, ഒരു വാളിൻ്റെ 2 ഭാഗത്താണ് ഇത് നിൽക്കുന്നത്. ഒന്ന് അണ്ഡാശയം പുറത്തും അകത്ത് ഹസ്ബൻഡിൻ്റെ ബീജം. അപ്പോൾ 2 മിക്സ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ട്യൂബ് തുറന്നിരിക്കണം. ഇതൊരു റോഡ് മാതിരിയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലൊരു ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടും തമ്മിൽ ഒരിക്കലും ടച്ച് ചെയ്യില്ല. അപ്പോൾ അത് ആണ് ട്യൂബൽ ഫാക്ടറിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ട്യൂബൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് HSG എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ പടമാണ് ഇത് മെയിനായിട്ട് കാണിക്കുന്നത്. അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഗർഭപാത്രത്തിനകത്തേക്ക് നമ്മളൊരു വെള്ളം, അത് എക്സ്റേയിൽ കാണാൻ പറ്റുന്ന ഒരു വെള്ളമാണ്, സാധാരണ വെള്ളമാണ്, റേഡിയോ ഒപ്പേക്ക് ആയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ അത് നമ്മൾ യൂട്രസിനകത്തേക്ക് ജസ്റ്റ് ഇഞ്ചെക്ട് ചെയ്ത് കയറ്റുകയാണ്. ആ ഇഞ്ചെക്ട് ചെയ്ത് കയറ്റുമ്പോൾ അതിൽ സൂചി മുതൊന്നും ഉപയോഗിക്കുന്നില്ല, വേദന ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ട്യൂബ് ഉപയോഗിച്ചിട്ട് യൂട്രസിനകത്തേക്ക് വെള്ളം ചീറ്റിച്ച് കയറ്റണം. എന്നിട്ട് നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ആ വെള്ളം ഈ ട്യൂബ് വഴി പുറത്ത് വയറിനകത്തേക്ക് വീണിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് ട്യൂബ് തുറന്നിട്ടുണ്ട് എന്നുള്ളത്. അത് ഞാൻ അതിൻ്റെ ഒരു ഫിലിം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൽ ആ പടം കാണുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇത് ആ റേഡിയോ ഒപ്പേക്ക് ആയിട്ടുള്ള ആ കളറ് നമ്മൾ യൂട്രസിനകത്തേക്ക് ഇട്ടത് യൂട്രസിനകത്ത് മുഴുവൻ നിറഞ്ഞിട്ട് ട്യൂബ് വഴി പുറത്തേക്ക് വീണിട്ടുള്ളതായിട്ടാണ് ഇത് കാണുന്നത്. ഇതിൽ ആ വൈറ്റ് കളറിൽ കാണുന്നത് എക്സ്റേ പിക്ചറാണ്. അപ്പോൾ 2 സൈഡിലും ട്യൂബിൽ കൂടെ യാത്ര ചെയ്ത് ആ കളർ പുറത്തേക്ക് വീണു എന്നുള്ളത് നമ്മൾ ഈ ഫിലിമിൽ കാണുന്നുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ ഫിഗറിൽ ബ്ലോക്കേജ് ഒന്നും ഇല്ല, ഇതിൽ ബ്ലോക്കേജ് ഇല്ല. കൂടാതെ ഇതിൽ നമ്മൾ യൂട്രസിനകത്തുള്ള ഷേപ്പും നമ്മൾ കാണുന്നുണ്ട്. കാരണം യൂട്രസിനകത്തും ഷേപ്പ് മാറ്റുന്ന കുറേ ഘടകങ്ങൾ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പിക്ചർ നോർമൽ ആയതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കുന്നത് യൂട്രസിനകത്തുള്ള ഷേപ്പ് നോർമലാണ്, 2 ട്യൂബും തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സാർ ഈ പർട്ടിക്കുലർ കേസിൽ സാർ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യാൻ പോകുന്നത്? ഈ കേസിൽ ഒരു കാര്യം കൂടി എനിക്ക് വിശദമായിട്ട് അവർ ചോദിക്കാനുള്ളത്, ഒന്ന് അവരുടെ പ്രായമാണ്. ഒന്ന് ഹസ്ബൻഡിൻ്റെ ഏജ് അത്ര വലിയൊരു ഫാക്ടർ അല്ലെങ്കിലും വൈഫിൻ്റെ ഏജ് നമ്മൾ ചോദിക്കണം. 26 വയസ്സ്. 26 വയസ്സെന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഓവുലേഷനെ കുറിച്ച് പേടിക്കേണ്ട ഒരു ഏജ് അല്ല. പക്ഷെ അതേസമയം ഒരു 30 വയസ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർക്ക് ഇപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് അവരുടെ പീരിയഡ്സ് കൃത്യമാണ്. അപ്പോൾ അവരുടെ ഓവുലേഷൻ ഡിഫക്റ്റ് ഇല്ലയെന്ന് ഹിസ്റ്ററി നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിലും ഒരു 30 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞ പേഷ്യൻ്റ് ആണെങ്കിൽ ഓവുലേഷൻ ഡിഫക്റ്റ് എന്നാലും ഉണ്ടാവാം. ഹിസ്റ്ററി വൈസ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് ഒന്ന് ഹോർമോൺ ഇവാലുവേഷനാണ്. വൈഫിൻ്റെ ഹോർമോൺ ഇവാലുവേഷനിൽ 4 ഹോർമോൺസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്ന് FSH, LH, പിന്നെ തൈറോയിഡിൻ്റെ TSH, പിന്നെ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഈ 4 ഹോർമോൺസ് ആണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യുക. വൈഫിൻ്റെ ഓവുലേഷൻ നോർമലാണെന്ന് അറിയാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ട്യൂബ് തുറന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് HSG എന്നുള്ള ടെസ്റ്റാണ് അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ കാണിച്ച പിക്ചർ. HSG എന്നുള്ള ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫാക്ടർ കൂടി കഴിഞ്ഞു, യൂട്രസിനകത്തുള്ള ഷേപ്പും ട്യൂബ് ഓപ്പൺ ആണെന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ നമ്മൾ ഒരു അൾട്രാസൗണ്ട് ചെയ്യാൻ പറയും. ഭാര്യയുടെ അൾട്രാസൗണ്ട് ചെയ്യാൻ പറയുമ്പോൾ അതിൽ നമ്മൾ നോക്കുന്നത് യൂട്രസിൽ എന്തെങ്കിലും മുഴകളുണ്ടോ, അണ്ടാശയത്തിൽ എന്തെങ്കിലും സിസ്റ്റുകളുണ്ടോ, ഈ വക എന്തെങ്കിലും നമ്മൾ കാണാത്ത വേറെ വല്ല അസുഖങ്ങളും ഉള്ളിലുണ്ടോ എന്നുള്ളത് ജനറലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് സ്കാൻ അഡ്വൈസ് ചെയ്യുന്നു. പിന്നെ അവസാനം വരുന്ന ഹസ്ബൻഡിൻ്റെ ഒരു സെമൻ ടെസ്റ്റും കൂടി ചെയ്യാൻ പറയുന്നുണ്ട്. സർ, യൂട്രൈൻ കോസ് ഓഫ് ഇൻഫെർട്ടിലിറ്റികൾ എന്തൊക്കെയാണ്? യൂട്രൈൻ കോസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കോമൺ നമ്മൾ കാണുന്നത് ഫൈബ്രോയിഡാണ്.
ഫൈബ്രോയിഡ് യൂട്രസ് ആണ്. ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഒരുപാട് മിഥ്യാധാരണകൾ ആൾക്കാരുടെ ഇടയിലുണ്ട്. ഫൈബ്രോയിഡ് നമ്മൾ ഇപ്പോൾ ഒരുപാട് പേരുടെ അടുത്ത് സ്കാനിൽ ഫൈബ്രോയിഡ് 1 സെൻറ്റിമീറ്റർ ഫൈബ്രോയിഡ് കണ്ടു, 2 സെൻറ്റിമീറ്റർ ഫൈബ്രോയിഡ് കണ്ടു, ഈ രീതിയിൽ ഇങ്ങനെ വരാറുണ്ട്. ഫൈബ്രോയിഡിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 10 സ്ത്രീകളെ സ്കാൻ ചെയ്യുകയാണെങ്കിൽ അതിലൊരു 8 പേർക്കും ഫൈബ്രോയിഡ് ഉണ്ടാവും. പക്ഷേ ഫൈബ്രോയിഡ് ഇപ്പോൾ കൂടുതൽ കണ്ടുപിടിക്കുന്നത് സ്കാൻ കൂടുതലായതുകൊണ്ടാണ്, അല്ലാതെ അതൊരു വലിയ അസുഖമല്ല. പിന്നെ ഫൈബ്രോയിഡിൻ്റെ പൊസിഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈബ്രോയിഡ് യൂട്രസിൻ്റെ ഉള്ളിൽ ഏറ്റവും ഉള്ളിൽ, അതായത് സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് എന്ന് പറയുന്ന ഫൈബ്രോയിഡ് ആണെങ്കിൽ എന്തായാലും അത് ഇൻഫെർട്ടിലിറ്റി കോസ് ചെയ്യും. കാരണം സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് ആകുമ്പോൾ ഞാൻ പറഞ്ഞ മാതിരി യൂട്രസിൻ്റെ ഈ അകത്തുള്ള ഷേപ്പിനെ അത് ബാധിക്കും. അത് നമുക്ക് ഈ HSG ടെസ്റ്റിൽ മനസ്സിലാവും, ഉള്ളിൽ ഷേപ്പിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതാണെങ്കിൽ ഒരു സർജിക്കൽ ഇന്റർവെൻഷൻ വേണ്ടി വരും അതിന്. പക്ഷെ അതേസമയം പുറത്ത് യൂട്രസിന്റെ ഷേപ്പിനെ ബാധിക്കാത്ത രീതിയിലുള്ള ഫൈബ്രോയിഡ്സ് ആണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്ത് ചികിത്സ എടുത്ത് നോക്കാം. എന്നിട്ട് വേറെ ഒരു കാരണം ഇല്ലെങ്കിൽ മാത്രമാണ് അത് സർജിക്കലായിട്ട് നീങ്ങേണ്ടത്. ഫൈബ്രോയിഡിന് മെഡിക്കലി ട്രീറ്റ്മെന്റ് നമ്മുടെ ഇൻഫെർട്ടിലിറ്റി ഉള്ള പേഷ്യൻസിന് കൊടുക്കാൻ പറ്റില്ല. കാരണം അത് മെഡിക്കൽ ട്രീറ്റ്മെന്റുകളെല്ലാം പ്രഗ്നൻസിനെ അവോയ്ഡ് ചെയ്യുന്ന ടൈപ്പ് ട്രീറ്റ്മെന്റ് ആണ്. കോൺട്രാസെപ്റ്റീവ് മരുന്നുകളാണ് മെഡിക്കൽ ട്രീറ്റ്മെന്റുകളായിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്. ഒന്ന് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ സെമൻ ടെസ്റ്റ് ചെയ്യാനുണ്ട്, അത് ലാബിൽ കൊടുത്തിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ്. അതേമാതിരി വൈഫിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാനും പിന്നെ ഒരു HSG എന്ന് പറഞ്ഞ് ഉള്ള ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം 3 വർഷം പ്രഗ്നൻസി ആയിട്ടില്ല എന്നുള്ളതുകൊണ്ട് ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് ആക്കണം. മനസ്സിലാക്കിയതിന് ശേഷമാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഈ ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് ചികിത്സ തീരുമാനിച്ച് മുന്നോട്ട് പോകാം. വന്ധ്യതയുടെ കാരണങ്ങൾ പ്രധാനമായും ഒവേറിയൻ ഫാക്ടേഴ്സ്, ട്യൂബൽ ഫാക്ടർ, യൂട്രൈൻ ഫാക്ടർ, അതുപോലെ തന്നെ മെയിൽ ഫാക്ടർ എന്നീ 4 ടൈപ്സിലാണെന്ന് സാർ നേരത്തെ പറയുകയുണ്ടായി. ഇനി ഓരോ ടൈപ്പിലും എങ്ങനെയാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് സാറിനോട് കൂടുതലായി മനസ്സിലാക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ മെയിൽ ഫാക്ടർ സെമൻ അനാലിസിസ് ചെയ്യുന്ന ഒരു ലാബിലാണ്. അപ്പോൾ അതിൽ മെയിൽ ഫാക്ടർ സെമൻ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ കൗണ്ടും അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് നോക്കുന്ന ഒരു പ്രൊസീജിയറാണ് നമ്മളിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ മാനുവലായിട്ട് ചെയ്യുന്ന കൗണ്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് റിസൾട്ട് കിട്ടുന്ന വേറെ മെഷീൻസ് ഉണ്ട്. അപ്പോൾ സെമൻ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അതായത് അവരുടെ പേഷ്യൻ്റെ ഹസ്ബൻഡ് ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അവർ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് കൊണ്ടുവരുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ കളക്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ 20 മിനിറ്റ് ആവണതിന് മുന്നേ സാമ്പിൾ ലാബിൽ എത്തിക്കാൻ പറ്റണം. അതേമാതിരി അവർ സാമ്പിൾ കളക്ട് ചെയ്യുമ്പോൾ 2 ദിവസം ബന്ധപ്പെടാതെ 3-ാമത്തെ ദിവസം വേണം സാമ്പിൾ എടുക്കാൻ. ആ ദിവസങ്ങൾ ലേറ്റ് ആവും തോറും റിസൾട്ടിലുള്ള മോട്ടിലിറ്റി, അതായത് സ്പീഡ് വേരിയേഷൻ കുറവ് കാണിക്കുക, കൗണ്ട് കൂടുതൽ കാണിക്കുമെങ്കിലും. പക്ഷേ ഡേയ്സ് കുറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ കൗണ്ട് കുറവ് കാണിക്കുക. അപ്പോൾ ഒരു ഈക്വൽ ബാലൻസ് ഉള്ള രീതിയിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ആബ്സ്റ്റിനൻസിന് ശേഷം എടുക്കുന്ന സാമ്പിളാണ് കറക്റ്റായിട്ടുള്ള റിസൾട്ടും വോളിയം ഒക്കെ കിട്ടും. ഇവിടെ നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, എത്ര വോളിയം എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. സെമൻ കളക്ട് ചെയ്യുമ്പോൾ 2.5 ml വോളിയമാണ് നോർമൽ എന്നുള്ള രീതിയിൽ പറയുന്നത്, WHO ക്രൈറ്റീരിയനിൽ പറയുന്നത്. അതേമാതിരി കൗണ്ട് എന്ന് പറഞ്ഞ് നോക്കുന്നത്, പഴയ ക്രൈറ്റീരിയ അനുസരിച്ച് ഒരുപാട് പേര് ലോ കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടെങ്കിലും പണ്ടത്തെ ക്രൈറ്റീരിയ, ഇപ്പോഴത്തെ ക്രൈറ്റീരിയ അനുസരിച്ച് 15 മില്യൺ പെർ ml ഉണ്ടായാൽ മതി കൗണ്ട്. പണ്ടത്തെ ക്രൈറ്റീരിയയിൽ 60 വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ക്രൈറ്റീരിയ അനുസരിച്ച് 15 മില്യൺ മതി. 15 മില്യണിൻ്റെ കൂടുതലാണെങ്കിൽ നോർമൽ കൗണ്ടായിട്ടാണ് കണക്കാക്കുന്നത്. അതേമാതിരി മോട്ടിലിറ്റി എന്ന് പറയുന്നതിൽ 4 ഡിവിഷനാണ് മെയിനായിട്ട് മോട്ടിലിറ്റിയിൽ വരുന്നതെങ്കിൽ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആക്റ്റീവ് മോട്ടിലിറ്റി, സ്ലഗിഷ് മോട്ടിലിറ്റി, നോൺ മൊട്ടൈൽ എന്നുള്ള രീതിയിലാണ് മോട്ടിലിറ്റി എന്നുള്ളത് വരുന്നത്. അതിൽ ആക്റ്റീവ് മോട്ടിലിറ്റി 32% വേണമെന്നാണ് പുതിയ ക്രൈറ്റീരിയയിൽ. അഥവാ അതല്ലെങ്കിൽ ആക്റ്റീവ് പ്ലസ് സ്ലഗിഷ് മോട്ടിലിറ്റി, ടോട്ടലായിട്ട് മൊട്ടൈലായിട്ടുള്ളത് 40% ഉണ്ടായാലും മതി. ഇതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ സെമനിൽ. പിന്നെ വരുന്നത് നോർമൽ ഫോംസ്, അബ്നോർമൽ ഫോംസ് എന്ന് പറയുന്നതിലാണ്. അതിൽ നോർമൽ ഫോം, അതായത് മോർഫോളജിക്കൽ, അതായത് അതിൻ്റെ ഷേപ്പിലുള്ള മാറ്റങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത, പ്രശ്നമില്ലാത്ത സ്പേംസ് 4% ഉണ്ടായാൽ മതി. 4% കൂടുതലാണെങ്കിൽ അതൊരു നോർമൽ സെമൻ അനാലിസിസ് റിപ്പോർട്ടാണ്. പിന്നെ ബാക്കി ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കുന്ന, ഒന്ന്, ലിക്വിഫാക്ഷൻ ടൈം, അതേമാതിരി ആൽക്കലൈൻ pH ആയിരിക്കണം. pH ആൽക്കലൈൻ 7.4ൻ്റെ മുകളിലായിരിക്കണം നോർമലായിട്ട് സെമൻ അനാലിസിസ് ഉണ്ടാവുന്നത്. ഇത്രയും ക്രൈറ്റീരിയ നോക്കിയിട്ടാണ് നമ്മൾ അതിൽ എന്താണ് പ്രശ്നം, അതിനുള്ള കറക്ഷൻ എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യാം. മെയിൽ ഫാക്ടർ ചികിത്സ കൊണ്ട് പറ്റാത്ത രീതിയിലുള്ള കേടുകളുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ കൗണ്ട് വളരെയധികം കുറവാണ്,
വളരെ കുറവെന്ന് പറയുന്നത് 5 മില്യൻ്റെ മുകളിലും 15 മില്യൻ്റെ താഴെയായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് IUI എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് മെത്തേഡിലേക്കാണ് നമ്മൾ കൂടുതലായിട്ടും പറയുക. അതിനാണ് കൂടുതൽ റിസൾട്ട്. ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്യുപ്മെൻറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറയുന്നതിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെമൻ നോർമലായിട്ട് ഒരു ഹസ്ബൻഡും വൈഫും ബന്ധപ്പെടുന്ന സമയത്ത് അവരുടെ സാമ്പിൾ എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ ഒരു മോട്ടിലിറ്റി, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മോട്ടിലിറ്റി 20% നല്ല മോട്ടിലിറ്റി എന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ 20% നല്ല മോട്ടിലിറ്റിയാണ്, 80% മോശം മോട്ടിലിറ്റിയാണ്. നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഉണ്ടെങ്കിൽ, ഒരു 100 ആൾക്കാരുണ്ടെങ്കിൽ, ഒരു 20 പേര് നല്ല ആൾക്കാരും ഒരു 80 പേര് മോശം ആൾക്കാരാണെങ്കിൽ എന്തായാലും മോശം ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻസ് എന്ന് പറയുന്ന പ്രൊസീജിയറിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മോശമായിട്ടുള്ള 80 ആൾക്കാരെ നമ്മൾ കഴുകി കളയുകയാണ്. എന്നിട്ട് നല്ല 20 ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്തെടുത്തിട്ട് അത് നേരിട്ട് യൂട്രസിനകത്തേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അതാണ് ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ. അപ്പോൾ അതിൽ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ ആണ് ഈ ഇതിൽ ഉള്ളത്. നമ്മൾ കിട്ടുന്ന സാമ്പിള് 1-2 സൊല്യൂഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട്, ഇതാണ് അതിനുള്ള ചില ഡൈലുവൻറ്റ് സൊല്യൂഷൻസ്. ഇത് കെമിക്കലി ഫെയറായിട്ട് വരുന്നതാണ്. ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ സെൻട്രിഫ്യൂഗ് എന്ന് പറയുന്ന പ്രൊസീജിയറിൽ സെൻട്രിഫിക്കേഷൻ ചെയ്യുക. സെൻട്രിഫിക്കേഷൻ ചെയ്തിട്ട് അതിൽ ഏറ്റവും മൊട്ടൈൽ ആയിട്ടുള്ള സാമ്പിൾസ് മാത്രം സെലക്ട് ചെയ്തെടുത്തിട്ട് അത് നമ്മളൊരു മീഡിയത്തിലേക്ക് മിക്സ് ചെയ്യുന്നു. ഇതിൽ വേറൊരു മീഡിയം ഉണ്ട്, ഈ പിങ്ക് കളറിൽ കാണുന്ന മീഡിയം. ഈ മീഡിയത്തിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിട്ട് അതൊരു 1 ml അല്ലെങ്കിൽ 0.5 ml എന്നുള്ള അളവിൽ ഒരു സിറിഞ്ചിൽ, IUI സിറിഞ്ച് എന്ന് പറയുന്ന IUI സിറിഞ്ചിലേക്ക് ആക്കിയിട്ട് ആ സാമ്പിളാണ് നമ്മൾ IUIക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ. IUI ചെയ്യാൻ ഉപയോഗിക്കുന്ന സിറിഞ്ച് ഇതാണ് IUIക്ക് ഉപയോഗിക്കുന്ന കാനുല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സിറിഞ്ചിൽ 0.5 ml ആണ് യൂഷ്വലി കിട്ടുക, 1 ml വരെ എടുക്കാം സൊല്യൂഷൻ. അതും പ്ലസ് മീഡിയം എടുത്തിട്ട് ഓൾറെഡി ഇങ്ങനെ ലോഡഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ലാബിൽ നിന്ന്. അപ്പോൾ ഇവിടെ നിന്ന് ചെയ്തിട്ട് ലോഡ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു പേഷ്യൻറ്റിന് IUI ചെയ്യുന്ന സമയത്ത് നമ്മൾ പേഷ്യൻ്റെ മൈനർ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടത്തിയിട്ട് നമ്മൾ ഇത് പ്ലാസ്റ്റിക് ആണ്, ഇത് തീരെ വേദന ഇല്ലാത്തൊരു ഇതാണ്. ഇത് ഉപയോഗിച്ച് നമ്മൾ യൂട്രസിനകത്തേക്ക് വെച്ചിട്ട് പതുക്കെ യൂട്രസിനകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കയറ്റുകയാണ് ചെയ്യുന്നത്. ഇതാണ് IUI എന്ന് പറഞ്ഞ പ്രൊസീജിയർ. 5 മില്യൻ്റെയും താഴെയായിട്ട് വരുന്ന സെമൻ അനാലിസിസ് റിപ്പോർട്ട്സിൽ നമുക്ക് IUIയും സക്സസ് ഇല്ലാതെ വരും. അപ്പോൾ നമുക്ക് പറ്റുന്ന മെത്തേഡ് ICSI എന്ന് പറയണം, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സെമൻ സ്പേം ഇഞ്ചെക്ഷൻ എന്ന് പറയുന്ന ICSI ആണ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ വരുന്നത്. അത് IVFൻ്റെ കൂടെ, അത് ടെസ്റ്റ് ട്യൂബ് ശിശുവിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുന്ന മെത്തേഡാണ്. വന്ധ്യതയുടെ കാരണങ്ങളെക്കുറിച്ചും പുതിയതായ ചികിത്സാ രീതികളെക്കുറിച്ചും നമ്മൾ ഈ ആഴ്ചത്തെ എപ്പിസോഡിൽ വിശദമായി മനസ്സിലാക്കുകയുണ്ടായി അല്ലേ. ഓൾമോസ്റ്റ് 6 മാസം മുതൽ 1 വർഷം വരെ കണ്ടിന്യൂസ് ആയി ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ 85% മുതൽ 90% വരെയുള്ള ഇൻഫെർട്ടിലിറ്റി കേസസും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.